നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ്. ഈ വാർത്ത ഞാൻ ചെയ്യുന്നത് താരസംഘടന അമ്മയുടെ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്, ഓഗസ്റ്റ് 15-ാം തീയതി. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തയെ പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ്. സർവ്വസമ്മതനായ ഒരു പ്രസിഡന്റിന് വേണ്ടിയുള്ള ചർച്ച പുരോഗമിക്കുന്നു. അത്തരമൊരു പ്രസിഡന്റ് തന്നെയാകും വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ അംഗങ്ങൾക്കും ഇപ്പോൾ കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ പറയുന്ന ആ കത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അസാധാരണ പൊതുയോഗം എന്നാണ് ഈ തലക്കെട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നു, സിനിമാ പ്രേമികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. താരസംഘടന അമ്മയിലുള്ളവരെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തിക്കാം. ഇത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. മാന്യമിത്രമേ, ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് അമ്മയുടെ ഒരു അസാധാരണ പൊതുയോഗം 2025-28 ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അംഗങ്ങൾക്ക് അയക്കുന്ന കത്ത്. 2025 ജൂൺ 22-ന് ചേർന്ന 31ാമത് വാർഷിക പൊതുയോഗ സംഘടനയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും രാജിവെച്ച സാഹചര്യവും നിലവിൽ ഒരു അഡോക് കമ്മിറ്റിയുടെ സംഘടനയുടെ പ്രവർത്തനം നിർവഹിക്കുന്നുവെന്നും പരിഗണിച്ചനുസരിച്ച് 3 മാസത്തിനകം പുതിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുക്കുമെന്നും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നതെന്ന് പറയുന്നു. നിർബന്ധമായും യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. അത് ഈ 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ ആരംഭിക്കും. അതിൽ മറ്റ് കാര്യങ്ങൾ ഇപ്രകാരമാണ്. തീയതി ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച, സ്ഥലം കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടൽ, സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ. ഇതിൽ അജണ്ട അറിയിക്കുന്നുണ്ട്. അജണ്ട പറയുന്നത് 2025-2028 കാലാവധിക്കുള്ള ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുപ്പ്. സമയം രാവിലെ, നേരത്തെ പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇലക്ഷൻ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം, പുതിയ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കലും, പൊതുയോഗം അനുവദിക്കുന്ന മറ്റ് വിഷയങ്ങൾ അമ്മയ്ക്ക് വേണ്ടി. പൊതുയോഗം അനുവദിക്കുന്ന മറ്റു വിഷയങ്ങളും അന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ ചുമതല ബാബുരാജ്, അദ്ദേഹമാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്നു. അതിലും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം അതിനുശേഷം പറയുന്ന മറ്റ് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്രകാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് 2025 ജൂൺ 28-ാം തീയതി കിട്ടിയ അഡോക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് ഓഫീസറായി ശ്രീ കുഞ്ചനെയും പൂജപ്പുര രാധാകൃഷ്ണനെയും അതോടൊപ്പം തന്നെ എക്സ് ഓഫീസ് മെമ്പറായ ശ്രീ മോഹൻലാലിനെയും നിശ്ചയിച്ചിരുന്നു. മോഹൻലാൽ അതുകൊണ്ട് മത്സരത്തിനില്ല, ഒരു എക്സിക്യൂട്ടീവ് ഭാരവാഹി ആകാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും മത്സരത്തിനില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ആ കമ്മിറ്റിയിൽ വന്നിരിക്കുകയാണ്. കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായി പൊതു തീരുമാനപ്രകാരം അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ആളുകളും ലീഗലായുള്ള മറ്റ് ആളുകളെയും നിശ്ചയിച്ചുവെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സുഗമമായ നടത്തിപ്പിനായി താഴെ കൊടുക്കുന്ന നിബന്ധനകൾ അംഗങ്ങൾ അറിവിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൻ്റെ കുറേ നിയമങ്ങളുണ്ട്, അത് അംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. കരട് വോട്ടർ പത്രിക പ്രസിദ്ധീകരിക്കുന്നത് 8/7/2025. നാമനിർദ്ദേശ പത്രിക, അതിൻ്റെ രീതി പറയുന്നു. ബി എന്ന് ആദ്യം എയിൽ, അതിൽ ബിയിൽ പറയുന്നു, സംഘടനയുടെ നിയമാവലി പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഭരണസമിതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക ക്ഷണിക്കുന്നു. അത് ഓരോ കാറ്റഗറിയാണ് പറയുന്നത്. പ്രസിഡന്റ് 1, പ്രസിഡന്റ് 2, വൈസ് പ്രസിഡന്റ് 2 പേര്, 3ാമത് ജനറൽ സെക്രട്ടറി, 4ാമത് ജോയിന്റ് സെക്രട്ടറി, 5ാമത് ട്രഷറർ, 6ാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി 11 പേര്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വേണ്ട 11 പേര്. സംഘടന നിയമാവലി പ്രകാരം സംഘടന ഒരു ഭാരവാഹിയും സമാനമായ ഒരു സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുവാൻ പാടുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഘടനയെ തലപ്പത്ത് വരുമ്പോൾ വേറൊരു സംഘടനയുടെ ഭാരവാഹിയായി ഇരുന്നാൽ ഇവിടെ മത്സരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ പറയുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ വേറൊരു സംഘടനയിൽ ഇരുന്ന് മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ കൃത്യമായ കാര്യമാണ്. അത് നടപടി ആകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കും. കാരണം വേറെ സംഘടനയിൽ ഭാരവാഹി ഇരിക്കുമ്പോൾ ഈ സംഘടന ഭാരവാഹിയാകുന്നത് അത് ശരിയായ നടപടിയല്ല, തെറ്റായ ഒരു പ്രവണതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതോടൊപ്പം സംഘടന നിയമാവലി പ്രകാരം 15 അംഗ ഭരണസമിതിയിലെ കുറഞ്ഞത് 4 പേർ സ്ത്രീകളായിരിക്കണം.
ആയതിനാൽ തെരഞ്ഞെടുപ്പ് സുഗമമായ നടത്തിപ്പിന് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി 15 ചട്ടപ്രകാരം കമ്മിറ്റിയിലെ നിക്ഷിപ്തമായ വിവേചനാധികാരം പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 11 സ്ഥാനങ്ങളിൽ 4 വനിതാ സംവരണമായി നിജപ്പെടുത്തിയിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ പിഷാരടി വിജയിച്ചിരുന്നു, വനിതകൾ തോറ്റു. ആ തോറ്റ വനിതകളെ വീണ്ടും അതിലേക്ക് വന്നു. വേറൊരു വനിത പുറത്തു നിന്ന് ഒരാളെ ജോമോളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് കമ്മിറ്റിയിൽ ഷീലു എബ്രഹാമിന്റെ പേരായിരുന്നു ഉയർന്നത്. ഷീലു എബ്രഹാം വേണം എന്ന് കമ്മിറ്റിയിൽ പറഞ്ഞെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോമോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണോ ജോമോൾ എത്തിയെന്നറിയില്ല, ജോമോളിനെ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചു. അത് നിയമചട്ടമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തവണ വനിതകൾക്ക് സംവരണം 4 സീറ്റുകളിൽ വനിതകൾ തന്നെ മത്സരിക്കുമെന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അഞ്ചാമതായി പറയുന്നത് 4 വനിതാ സംവരണ സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനങ്ങളും ജനറൽ സീറ്റായിരിക്കും. ആറാമത് പറയുന്നത് ഓരോ സ്ഥാനത്തേക്കും വെവ്വേറെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതാണ്. ഏഴാമത് പറയുന്നത് നാമനിർദ്ദേശ പത്രികകൾ സംഘടനയിൽ കൊച്ചി ദേശാഭിമാനി റോഡിലുള്ള ഓഫീസിൽ ഒന്ന് വാങ്ങേണ്ടതാണ്. 10 മണി മുതൽ 4 മണി വരെയുള്ള ഓഫീസ് സമയങ്ങൾ ലഭ്യമാണ് എന്ന് പറയുന്നുണ്ട്. എട്ടാമത് പറയുന്നത് 31/3/2025 വരെ സംഘടനയിൽ കുടിശ്ശികയില്ലാത്ത ആജീവനാന്ത അംഗങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാവൂ, പിന്തുണയ്ക്കാനായി അവകാശമുള്ളൂ. 3 വർഷത്തിൽ കുറയാതെ ആജീവനാന്ത അംഗങ്ങൾക്ക് മാത്രമേ അസോസിയേഷന്റെ ഭാരവാഹിയാകാൻ യോഗ്യതയുള്ളൂ. ഒരു ആജീവനാന്ത അംഗങ്ങൾ ഒരു സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കാൻ അവകാശമുള്ളൂ. ഒന്നിലധികം സ്ഥാനത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അംഗത്തിന് മത്സരിക്കാൻ ഉദ്ദേശമില്ലാത്ത സ്ഥാനങ്ങളിൽ നിന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. 9ാമത് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സംഘടനയുടെ ദേശാഭിമാനിയുള്ള ഓഫീസിൽ ലഭ്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ. അതോടൊപ്പം തന്നെ പറഞ്ഞു, പൂരിപ്പിച്ച നാമനിർദ്ദേശ പത്രിക സീൽ ചെയ്ത കവറിൽ സംഘടനയുടെ ഓഫീസിൽ ഇതിന് സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ 16/7/2025 തീയതി മുതൽ ഓഫീസ് സമയങ്ങളിൽ 10 മുതൽ 4 വരെ നിക്ഷേപിക്കാവുന്നതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി, അത് എടുത്തു പറയുന്ന അവസാന തീയതി 24/7/2025 4 മണി. അതിനുശേഷം മറ്റു കാര്യം പറയുന്നത് ഇപ്രകാരമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇത് അവസാന ദിവസം പറയുന്നു, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന 24/7/2025 4:30 സാധുവാകുന്ന സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക. അത് അതിനുശേഷം ആരൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നത് 24/7/2025 5:30 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പറയുന്നുണ്ട്. അവസാന തീയതി 31/7/2025 3 മണിക്ക് മുമ്പ് പിൻവലിക്കാം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 31/7/2025 4 മണിക്ക് ഓഫീസിൽ പ്രസിദ്ധീകരിക്കും. ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വോട്ടെണ്ണലിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ ജനറൽ ബോഡി മുമ്പാകെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് മത്സരമില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശങ്ങൾ സ്വീകരിച്ച സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്ന എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓഫീസർമാർ ഒപ്പുവെച്ച ഒരു കത്താണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു. പത്രിക നൽകേണ്ട ദിവസങ്ങളുണ്ട്. ഇതിൽ വനിതാ സംവരണമാക്കി ഒഴിച്ചു വെച്ചിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വനിതാ സംവരണം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പാളിച്ച പറ്റാതിരിക്കാൻ വേണ്ടി വനിതാ സംവരണം എടുത്തു വെച്ചിരിക്കുന്നു. സർവ്വസമ്മതനായ ഒരു പ്രസിഡന്റിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പല കൂട്ടായ്മകൾ വിരിയുന്നു. ഫേസ്ബുക്ക് കൂട്ടായ്മകൾ പോലെ, വാട്സാപ്പ് കൂട്ടായ്മകൾ പോലെ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂട്ടായ്മകൾ ഉടലെടുത്തിട്ടുണ്ട്. അതിലൊക്കെ ആക്റ്റീവായിട്ട് ചർച്ചകൾ നടക്കുന്നു. ആ കൂട്ടായ്മയിൽ പല ആളുകളും സ്ഥാനാർത്ഥിയാകാനുള്ള മോഹങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു തെറ്റുമില്ല. വിജയിക്കാൻ കഴിവുള്ളവർ സ്ഥാനാർത്ഥിയാകുന്നതിനപ്പുറം ഭരണസമിതിയെ നിലനിർത്താൻ കഴിവുള്ളവർ സ്ഥാനാർത്ഥിയായാൽ അവർ വിജയിച്ചാൽ, താരസംഘടനയ്ക്ക് ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ ഈ നിലവിലുള്ള അഡോക് കമ്മിറ്റി എല്ലാവരും ഒത്തുചേർന്ന് വലിയ കുടുംബസംഗമം വരെ നടത്തി മുന്നോട്ട് പോയ സംഘടനയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂടുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്കും സിനിമാ പ്രേമികളുടെ മുമ്പിലേക്കും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 15-ാം തീയതിയാണ് താരസംഘടന അമ്മയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അജണ്ടയുള്ള കത്ത് അംഗങ്ങൾക്ക് ഇപ്പോൾ അയച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ.